സത്യം പറഞ്ഞാൽ ഇപ്പം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പൈസ ഇല്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഫിനാൻഷ്യലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നവരുടെ കൈ മാത്രമേ സേവിങ്സ് ആയിട്ട് കാണത്തുള്ളൂ. ഇപ്പം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പൈസ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ അവിടെ ഫ്രിഡ്ജുണ്ട്, കാറുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കാണും. പക്ഷേ അതിനൊപ്പം തന്നെ കാറിനാണെങ്കിൽ കാർ ലോണ്, ഹൗസ് ലോണ്, അങ്ങനെ കടത്തിൻ്റെ മേൽ കടമാണ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മിഡിൽ ക്ലാസ് ഫാമിലീസൊക്കെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങുന്നത്? അവരെന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത് എന്നാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പം മിഡിൽ ക്ലാസ് ഫാമിലീസൊക്കെ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈസി മണിക്കായിട്ട് അവർ നോക്കും. ഇപ്പോൾ അവർ കമ്മീഷൻ കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ, അതുപോലെ അതായത് ബാങ്കിൻ്റെ കീഴിലല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ആയിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് അവർ രക്ഷപ്പെടാത്തതിനുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാരണം. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണി ചെയിൻ, അതൊക്കെ നിരോധിച്ചതാണ്. പക്ഷേ അവരൊക്കെ കൂടുതലും അതിനകത്ത് ഇടപെടുകയും അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കടത്തിൽ നിന്ന് കടത്തിലേക്ക് അവർ പോകുന്നത്. അപ്പം ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവരൊരിക്കലും അങ്ങനെയുള്ള തട്ടിപ്പുമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ഇടപെടില്ല. അതിനകത്തൊന്നും അങ്ങനെ ഉള്ള അപകടത്തിലൊന്നും അവർ ചെന്ന് ചാടില്ല. അപ്പം മിഡിൽ ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ചിട്ടി എന്ന് പറയുന്നത്. ഈ ചിട്ടി എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയും ചെയ്യും, പണക്കാരും ചെയ്യും. പക്ഷേ മിഡിൽ ക്ലാസ് ഫാമിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിട്ടി അവർ ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആദ്യം തന്നെ അവർ മേടിച്ചെടുക്കാനേ നോക്കത്തുള്ളൂ. കാരണം അവരുടെ അപ്പോഴത്തെ ആവശ്യം നിറവേറ്റാണ് അവർ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ പണക്കാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പം അതും ഇവരുടെ ഒരു പ്രതിസന്ധിക്കുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഒരു 25 വയസ്സിന് ശേഷം കടമില്ലാത്തവർ ആരാന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിലൊരു 10% ഉണ്ടെന്ന് പറയാം. അത്രയേ ഉള്ളൂ. കാരണം അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പൂർവികർ പണത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ തന്നിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ്. പണം ഒരു പാപമാണെന്ന ചിന്ത എങ്ങനെയോ ഏതോ ഒരു കാലം മുതൽ മലയാളികളുടെ മനസ്സ് കയറി കൂടിയിട്ടുണ്ട്. പണത്തിൻ്റെ കാര്യം പരസ്യമായി സംസാരിക്കാതെ അതീവ രഹസ്യമായി വെക്കേണ്ടതാണെന്ന ചിന്ത, പണം ഒരു പാപമാണെന്നൊരു ചിന്താഗതി നമ്മുടെ പൂർവികർ തന്നെ നമുക്കിടയിൽ തന്നിട്ടുണ്ട്. പിന്നെ പണത്തെക്കുറിച്ച് പരസ്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും വിചാരം പണം എന്നൊരു വിചാരമാണ്. അങ്ങനെ ഒരു മൈൻഡ് പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ പൂർവികർ പറഞ്ഞു തരുന്ന ഈ ചിന്താഗതിയൊക്കെ നമ്മുടെ രാഷ്ട്രീയം, അതായത് കേരളത്തിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ കൂടുതലും പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു. പിന്നെ പൂർവികർ എപ്പോഴും പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പണം വരും പോകുക എന്നുള്ളത്. പക്ഷെ പോയ പണം ഒരിക്കലും തിരിച്ച് വരാറുമില്ല. അപ്പോൾ ഇതാണ് മിഡിൽ ക്ലാസ് വീണ്ടും കടത്തിൽ നിന്ന് കടത്തിലേക്ക് കയറുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഇപ്പോൾ തന്നെ നമ്മൾ കുറേ ഡിഗ്രിയും PG ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ആ സബ്ജക്റ്റുകളിൽ എവിടെയെങ്കിലും നമ്മൾ സാമ്പത്തികത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം അറിവും വിവരവും വേണ്ടുവോളം നമുക്കുണ്ട്. പക്ഷേ സാമ്പത്തിക സാക്ഷരത ഒട്ടുമില്ല താനും. അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്രോളും തീപ്പെട്ടിയും പോലൊരു അവസ്ഥയാണിത്. ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലഘു സമ്പാദ്യം എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന അറിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അതെങ്ങനെയാണ് ഫലവത്തായി പ്രയോഗിക്കേണ്ടതെന്നും പ്രാഥമിക അറിവുകൾ പോലും നമുക്ക് പലർക്കും ഇല്ല. പണം ഉണ്ടാകുകയാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ മിഥ്യാധാരണയിലാണ് നമ്മൾ പലരും നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് സാക്ഷരത അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് പണം കിട്ടുമെന്നും അതോടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും മാറുമെന്ന ഒരു മായ ലോകത്താണ് നമ്മൾ പലരും ജീവിക്കുന്നത്. ഇപ്പം ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ പോലുള്ള ഫീസ് കൊടുത്ത ക്ലാസ്സുകളിൽ പോകുന്നതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അതിന് നമ്മൾ 1 ലക്ഷം, 1.5 ലക്ഷം, 50 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഇത്രയും പൈസ മുടക്കി ഇത്രയും ക്ലാസ്സിന് പോകേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇപ്പം കേരളത്തിലെ മലയാളികൾക്കിടയിലാണെങ്കിൽ പൊറിഞ്ചു വെളിയത്തെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ 200-400 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനും പണക്കാരനെന്നും പണക്കാരനാകുന്ന അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അപ്പം അതിലൂടെ ആണെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ റോബർട്ട് കിയോസ്കി, അങ്ങനെ കുറേ പേര് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വാങ്ങുകയും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളൊന്നും വായിക്കാൻ സമയമില്ലെങ്കിൽ NISM എന്ന് പറഞ്ഞ ഓൺലൈനായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. അത് 1500 മാത്രമേ അതിന് ഫീസുള്ളൂ. അപ്പം അതുവഴി നമുക്ക് അത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിയും. ഇത് ആക്ച്വലി ഷെയർ ബ്രോക്കർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സും കൂടെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇതിൻ്റെ കോഴ്സ് പറഞ്ഞു കൊടുക്കുന്ന വഴി ഒരു ഫീസ് നിങ്ങൾക്കും ലഭിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്കിതൊരു പ്രൊഫഷണലായിട്ട് ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം.